ഇത് ഞഴുക് എന്നുള്ള സസ്യം പ്രാദേശികമായി ചൊറിയൻ താളി, ഞള്ള്, ഞെഴു എന്നൊക്കെ പേരുകളുള്ള ഒരു സസ്യമാണിത്. ഇതിന്റെ ഇംഗ്ലീഷിലെ പദം ബൻഡിക്കൂട്ട് ബെറി എന്നാണ്. ശാസ്ത്രീയ നാമം ലിയ ഇൻഡിക്ക എന്നറിയപ്പെടുന്ന സസ്യമാണ്. ഇത് സാധാരണ നമ്മുടെ വിജനമായ പ്രദേശങ്ങൾ, കാടുകൾ എന്നിവയ്ക്ക് ധാരാളമായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഞഴുക്. ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് ഒരു വെള്ള നിറത്തിലുള്ള കൂട്ടം കൂട്ടമായാണ്. ഇതിൽ ചെറിയ പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത്. ഇതിന്റെ ഇലകളിൽ ഇങ്ങനെ ഞരമ്പുകൾ നല്ല വ്യക്തമായി കാണാൻ കഴിയും. ഇലകളുടെ അരികുകളിൽ ചിരവ് പോലുള്ള ചെറിയ ചെറിയ പല്ലുകളും കാണാം. ഇതിന്റെ പഴങ്ങൾ, കായകളും എല്ലാം കൂട്ടമായാണ് ഉണ്ടാകുന്നത്. ഇത് ആദ്യം ഇങ്ങനെ ഒരു പച്ച നിറത്തിലുള്ള കായകൾ ഉണ്ടാവുകയും പഴുക്കുമ്പോൾ കറുത്ത നിറത്തിലുള്ളതും ആയിത്തീരുന്നു. ഈ പഴങ്ങൾക്ക് ഒരു മധുര രുചിയാണ് ഉള്ളത്. ഇത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇത് പഴുത്ത കായ്കൾ കഴിച്ചിട്ടുണ്ട്. ഇത് എല്ലാ സ്ഥലങ്ങളിലും ഇത് കഴിക്കുമോ ഇല്ലെന്നോ എനിക്കറിയത്തില്ല. ഇതിന്റെ ഇലകൾ, തളിരിലകൾ ഇലക്കറിയായി ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പണ്ട് നാട്ടിൻപുറത്തൊക്കെ ധാരാളമായി കണ്ടിരുന്ന ഈ സസ്യം ഇപ്പോൾ വളരെ വിരളമായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിന്റെ പ്രധാനമായ ഉപയോഗങ്ങൾ എന്ന് പറയുന്നത്, ഇത് നാട്ടുവൈദ്യങ്ങളിൽ ഇത് താരൻ, പേൻ എന്നിവ പോകാൻ വേണ്ടി ഇതിന്റെ ഇലകൾ താളിയായി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചൊറിയൻ താളി എന്നൊക്കെ വരുന്നത്. ഈ ചൊറിയൻ താളി എന്ന് വിളിക്കാൻ കാരണം ഇതിൽ ചെറിയ ചൊറിച്ചിലുണ്ട്, അതുകൊണ്ടാണ്. കൂടാതെ ഇത് പച്ചില വളമായി ഉപയോഗിക്കാനും വളരെ നല്ല ഒരു സസ്യമാണിത്. കൂടാതെ ചില സ്ഥലങ്ങളിൽ ഈ മരണാനന്ത ചടങ്ങിന് ഈ അസ്ഥി എടുക്കുന്നതിന് വേണ്ടി ഇതിന്റെ കമ്പുകൾ ഒടിച്ച്, ഈ കമ്പുകൾ കൊണ്ടാണ് നമ്മുടെ ചിതയിൽ നിന്ന് അസ്ഥികൾ എടുത്തിരുന്നത്. അങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടി ഈ ഞഴുക് എന്ന് പറയുന്ന മരത്തിന്റെ ചില്ലകൾ ഉപയോഗിക്കുന്നുണ്ട്. ആയുർവേദത്തിൽ പിത്തം, വയറിളക്കം, ത്വക്ക് രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ ഞഴുക് എന്ന വൃക്ഷത്തിന്റെ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിറയെ കുലകുലയായി പഴങ്ങൾ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന ഞഴുകിനെ കാണാൻ വളരെ നല്ല ഭംഗിയാണ്. പക്ഷികളുടെ ഒരു പ്രധാന ആശ്രയമാണ് ഈ ഞഴുകിന്റെ പഴങ്ങൾ. ഏകദേശം 6 മീറ്ററോളം ഒക്കെ ഉയരം വയ്ക്കുന്ന ഒരു സസ്യമാണ് ഈ ഞഴുക് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഞഴുക് എന്നുള്ളത്. വീണ്ടും വൃക്ഷങ്ങളുടെയും ഔഷധസസ്യങ്ങളുടെയും വീഡിയോകളുമായിട്ടൊക്കെ വരാം. ഓക്കെ, ബൈ.